നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ, മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ, അദ്ദേഹം ഇതാ ഇന്ത്യൻ T20 ടീമിൻ്റെ ക്യാപ്റ്റനാവുമെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് സൂര്യകുമാർ യാദവ് മിക്കവാറും പുറത്തു പോകുമെന്നും പകരം ശ്രേയസ് അയ്യർ വരുമെന്നും ഇന്നലെ വേറൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത, ശ്രേയസ് അയ്യർ ആയിരിക്കില്ല, സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യൻ 2020 ടീമിൻ്റെ സൂര്യകുമാർ യാദവിന് ശേഷമുള്ള ക്യാപ്റ്റൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് ശരിയാണെങ്കിൽ, ആ വാർത്ത ശരിയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത 2 സീരീസ്, അതായത് അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ കൂടി ഒരുപക്ഷെ സൂര്യകുമാർ യാദവിനെ നിലനിർത്തിയേക്കും. അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്താക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ 2 സീരീസിലും കൂടി 2 പരമ്പരകളിൽ കൂടി സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തുടരും. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ ആയിരിക്കും വൈസ് ക്യാപ്റ്റൻ, ആ ടീമുകളുടെ വൈസ് ക്യാപ്റ്റൻ എന്നും തുടർന്ന് സൂര്യകുമാർ യാദവ് ഈ 2 പരമ്പരയ്ക്ക് ശേഷം സൂര്യകുമാർ യാദവിനെ മാറ്റുമ്പോൾ സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കുമെന്നാണ് ആ വാർത്തയിൽ മാധ്യമമായ ജാഗ്രൻ ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ആ വാർത്തയിൽ പറയുന്നത് എന്തായാലും മലയാളികൾക്ക് അത്യന്തം ആവേശകരമായ വാർത്തയാണ്. സഞ്ജു കഴിഞ്ഞ 2020 ലോകകപ്പിൽ അതിഗംഭീര 3 ഇന്നിങ്സുകളിലൂടെ ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്തത് സഞ്ജു സാംസൺ ആണെന്ന് നിസ്സംശയം പറയാം. ഒപ്പം ഈ IPL-ൽ അദ്ദേഹം ഇതുവരെ 2 ഗംഭീര സെഞ്ചുറികൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുകയും ഒരു 90സിനോട് അടുത്ത് 87 റൺ അടിച്ച് മറ്റൊരു കളിയും വിജയിപ്പിച്ചു. അങ്ങനെ 3 ഗംഭീര ഇന്നിങ്സുകളിലൂടെ ചെന്നൈക്ക് വേണ്ടി തകർത്ത കളിക്കുകയാണ് സഞ്ജു സാംസൺ. എന്തായാലും ആ ഫോം കൂടി കണക്കിലെടുത്തായിരിക്കണം സഞ്ജു സാംസൺ ആയിരിക്കാം ഒരുപക്ഷെ പുതിയ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ എന്ന് വാർത്ത വരുന്നത്. എന്തായാലും അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു.